ഹലോ മങ്സ്. പിക്സൽ ടാപ്പ് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇപ്പോൾ പറയുന്ന നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്തായാലും ചെയ്തിരിക്കണം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കിടപ്പുണ്ട്. പിക്സൽ ഡാഷ്ബോർഡിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന ലിങ്ക്, മെയിൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ എഴുതിയിട്ടുണ്ടാവുക. ആ ലിങ്കിൽ പോവുക. നിങ്ങൾ എന്തായാലും അവിടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ കുറേ പേര് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ഇത് ചെയ്തിരിക്കണം. ഇത് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ അവിടെ കിട്ടുന്ന പോയിൻറ്റ്സിനെ മാക്സിമം കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈറ്റിൽ വന്നിട്ടായിരിക്കും. സോ ഇപ്പോഴേ നിങ്ങൾ ഇവിടെ തന്നെ എന്ത് ചെയ്യുക, റിയൽ പിക്സ് കോയിൻസ് ഇവിടെ ഏൺ ചെയ്തുകൊണ്ടിരിക്കാനാണ് പറയുന്നത്. അവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അവിടെ കിട്ടുന്ന പോയിൻറ്റ്സ് ആയിരിക്കും. അതിനെ കോയിൻസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. ബട്ട് ഇവിടെ നമ്മൾ ഒറിജിനലായിട്ട് പിക്സ് കോയിൻ അല്ലെങ്കിൽ പിക്സിൻ്റെ ഒരു പോയിൻറ്റ്സ് നമ്മളിവിടെ ഏൺ ചെയ്യുന്നുണ്ട്. അത് ലേറ്റർ ചിലപ്പോൾ പിക്സ് FI എന്ന് പറഞ്ഞൊരു കോയിനായിട്ട് ചിലപ്പോൾ അത് കൺവേർട്ട് ആയേക്കാം. സോ നിങ്ങൾ എന്തായാലും ആ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ പോവുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഇവിടുത്തെ ലിങ്ക് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പിൻ ചെയ്ത മെസ്സേജിൽ ഒരു 9ാമത്തെ ബോട്ടായിട്ടാണ് തോന്നുന്നു, പിക്സൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോട്ട് കിടപ്പുണ്ട്. ആ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഇതേ ലിങ്കിലേക്ക് തന്നെ എത്താൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെക്ക് ഇൻ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെയുള്ള പിക്സ് പോയിന്റുകൾ നിങ്ങൾ കൂട്ടാൻ നോക്കണം. നിങ്ങളുടെ റെഫറൻസ് വഴിയോ അല്ലെങ്കിൽ ചെക്ക് ഇൻ ചെയ്ത് കൂട്ടാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പെറ്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഒരു ബോട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ ബോട്ടിന് എന്ത് ചെയ്യുക, നിങ്ങൾ ലെവലപ്പ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഓരോ ദിവസവും ഇവിടെ സ്ട്രീക്ക് ഉണ്ട്. ഇവിടെയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. എല്ലാ ദിവസവും വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സ്ട്രീക്ക് മിസ് ചെയ്യാതെ എല്ലാ ദിവസവും വന്ന് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചേഞ്ച് ബോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പുതിയൊരു ബോട്ടിനെ മേടിക്കാം. ഓരോ ബോട്ടിന് മേടിക്കുമ്പോൾ അതിൻ്റേതായ പൈസയുണ്ട്. അതുപോലെ ഈ മേടിച്ച ബോട്ടിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ലെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ വന്ന് ഇവിടെ ടെലഗ്രാം ഒരു വാലറ്റ് കണ്ടതിലാണ്. ഇപ്പോൾ ഇവിടെ OKX ബൈബിറ്റിനോ അല്ലെങ്കിൽ ഇതിൻ്റെ Web3 വാലറ്റ് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര 3000 പിക്സൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 2 ഡോട്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ടാസ്ക് എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ ഒരുപാട് ടാസ്കുകൾ എടുക്കുന്നുണ്ട്. ചിലതിന് ഹൈപ്പർ ലിങ്ക് വർക്ക് ആവുന്നില്ല. അപ്പോൾ ഹൈപ്പർ ലിങ്ക് വർക്ക് ആവുന്ന ടാസ്കുകളെല്ലാം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ പോയിന്റുകൾ നിങ്ങളെ ഏൺ ചെയ്യാൻ നോക്കുക, പോയിന്റ് കൂട്ടാൻ നോക്കുക. ഇതാണ് മറ്റേതിനേക്കാളും കുറച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം ഇതാണ് ഇവരുടെ റിയൽ അല്ലെങ്കിൽ റിയൽ പ്ലേസ് എന്ന് പറയുന്നത് ഈ പിക്സൽ വേഴ്സിൽ നിന്ന് ഈ ഡാഷ്ബോർഡാണ്. സോ ഇവിടെ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ 26/6/2024 എക്സ്പേസിൽ ടണ്ണുമായി പിക്സൽ വേഴ്സിൽ നടത്തിയ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. ഒരു AMA ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ AMAയിൽ നടത്തിയ കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം എന്താണ് പിക്സൽ വേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. കുറേ പേർക്ക് ഡൗട്ടുണ്ട്, എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് നമുക്ക് ഈ എയർ ഡ്രോപ്പ് വരുമ്പോൾ ഏതാണ് നോക്കാന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ചോദിച്ചത് എന്താണ് പിക്സൽ ടാപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റ് തന്നെ അവർ ചോദിച്ചത്. ഇപ്പോൾ പിക്സൽ ടാപ്പ് എന്ന് നമ്മളിവിടെ കളിക്കുന്ന ഒരു ചെറിയൊരു ഗെയിം മാത്രമല്ല, വലിയൊരു PC വരാൻ പോകുന്ന വലിയൊരു എക്കോസിസ്റ്റം പോലത്തെ, അതായത് മൾട്ടിവേഴ്സ് അങ്ങനെയൊക്കെയാണ് അവർ വാക്കുകൾ പറഞ്ഞത്. അപ്പോൾ അതുപോലത്തെ ഒരു വമ്പനൊരു ഗെയിം പ്രോജക്റ്റാണ്. അടുത്ത കേസ് എന്ന് പറയുന്നത് ടോക്കണോമിക്സിനെ വെച്ചാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് 25% 25% ടോക്കൺ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്, ഈ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾറെഡി PIX5 എന്നാണ് തോന്നുന്നു ഈ ടോക്കൻ്റെ പേരായിട്ട് വരാൻ പോകുന്നത്. അടുത്ത കേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഗെയിമിൽ കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യേണ്ട ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. ഈ ക്ലെയിം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രോഫിറ്റ് കൂടാറുണ്ട്. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് നമുക്ക് ഇൻവിറ്റേഷൻ ആണ്. അത് കഴിഞ്ഞാൽ ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് നിങ്ങൾക്കറിയാം ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ CEO പറഞ്ഞത് എല്ലാ ബോട്ടും പുള്ളിക്കാരൻ മേടിച്ചിട്ടില്ല. ആൾ 1-2 ബോട്ട് മേടിച്ചിട്ടുള്ളൂ. പക്ഷേ മേടിച്ച ബോട്ടിന് ആൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞ് ഓരോ ഫൈറ്റിനായിട്ട്. എല്ലാ ബോട്ടിനും മേടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ബോട്ടിനും മേടിക്കാം. പക്ഷേ എല്ലാ ബോട്ടിനും മേടിക്കാൻ പറ്റില്ല. ഒരു 6-7 ബോട്ട് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബോട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു നല്ല പൈസ കൊടുക്കണം അടുത്ത ബോട്ട് മേടിക്കണം. എനിക്ക് തന്നെ മേടിക്കാൻ പറ്റില്ല. എൻ്റെ ഇപ്പോൾ ഉള്ള ബാലൻസിൻ്റെ ഇരട്ടി കൊടുക്കണം. അത്ര കൊടുത്താലാണ് മേടിക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബോട്ടിനെ മാക്സിമം പതിയെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്, ഈ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇവിടെ കാണുന്ന ഡെയിലി ഇൻകം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച്, ബോട്ടുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡെയിലി ഇൻകം ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, റിവാർഡ്സ് നിങ്ങൾക്ക് അറിയാം, ഡെയിലി കോംബോസ് ഉണ്ട്. അപ്പോൾ ഈ കോംബോ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി ഇടാറുണ്ട്. എല്ലാവരും ചെയ്യുക. പിന്നെ ഡെയിലി റിവാർഡ് അതെല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ക്ലെയിം ചെയ്യാൻ നോക്കുക. പിന്നെ ഇപ്പോഴത്തെ ടാസ്ക് ഉണ്ട്. ടാസ്കിൽ ഇപ്പോൾ ഒരുപാട് ടാസ്കുകൾ വന്നിട്ടുണ്ട്. അതായത്
AMA ലിസൺ ചെയ്യുക, ഇപ്പോൾ വന്നിട്ടുള്ള AMA ലിസൺ ചെയ്യുക, അതുപോലെ തന്നെ OKX ആയിട്ട് Web3 ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിതെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുള്ള നിങ്ങൾ OKX വാലറ്റൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ Web3 വാലറ്റാണ് ഉദ്ദേശിക്കുന്നത്. Web3 വാലറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കണക്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇത്ര കോയിൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതുപോലെ ഒരുപാട് ടാസ്കുകളുണ്ട്, ഞാൻ എല്ലാം ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ടാസ്കുകൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ചെയ്ത് നിങ്ങൾക്ക് ഇത്ര പോയിൻറ്റ്സ് സ്വന്തമാക്കാൻ നോക്കാം. ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ OKX വാലറ്റൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ ടെലഗ്രാമിലെ ചാനലിൽ പിൻ ചെയ്ത മെസ്സേജിൽ അതിൻ്റെ ലിങ്ക് എടുപ്പുണ്ട്. അവിടെ നിന്ന് ഡൗട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തരും ക്ലിയർ ചെയ്ത് തന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് പോയിൻ്റാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫൈറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പ് പൊസിഷനിലായിട്ട് ഞാനിവിടെ ബ്ലറാക്കി വെച്ചേക്കാണ് എൻ്റെ പേര്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോപ്പ് പൊസിഷനിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഒരു പ്രൊഫൈൽ കാണാൻ പറ്റും. ആ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എത്ര കളി കളിച്ചിട്ടുണ്ട്, എത്ര വിൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിന് എത്ര ടോട്ടൽ ഏൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ കുറേ സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇവിടെ കിട്ടുന്ന പൈസയല്ല, നമുക്ക് ഇവിടെ കിട്ടുന്ന കോയിനല്ല, അതിന് പകരം ഡെയിലി ഇൻകമാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് വന്നാണ് ഡെയിലി ഇൻകം അല്ല, ഈ പോയിൻ്റാണ്, അതായത് കളിച്ച് കിട്ടുന്ന ഫൈറ്റ് ചെയ്ത് കിട്ടുന്ന പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടാകും. അപ്പോൾ എനിക്കും അങ്ങനെ തോന്നാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മൂന്നാമത്തെ ഇതിലായിട്ട് കാണാൻ പറ്റും, നാലാമത്തെ ഇതിൽ കാണാൻ പറ്റും, ദ മോർ യു വിൻ ദ മോർ പെർസെൻറ്റേജ് ഓഫ് ടോക്കൺ സപ്ലൈ യു ഗെറ്റ്. അപ്പോൾ ഇത് ഞാനൊരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ജയിക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടോക്കൺ സപ്ലൈ, അതായത് ഇതിൽ എയർ ഡ്രോപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് സപ്ലൈ കിട്ടാൻ പോകുന്നത് ഈ ഏറ്റവും കൂടുതൽ ജയിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന ആൾക്ക് അനുസരിച്ചായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലത്തെ AMA ആൾ കൃത്യമായിട്ട് പറഞ്ഞു അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെയിലി ഇൻകമോ ഇതല്ല, ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കോയിൻസ് തന്നെയാണെന്നാണ് ഇന്നലെ സിഇഒയുടെ ഭാഗത്ത്, പിക്സൽവേഴ്സിൻ്റെ വന്ന ആളുടെ ഭാഗത്തുനിന്ന് ആൾ വ്യക്തമാക്കിയത്. കൺഫർമേഷനായിട്ട് വിക്ടർ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, നമുക്കതുകൂടി നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പിക്സൽവേഴ്സ് പറഞ്ഞാണ്, അറ്റ് ദ എൻഡ് യുവർ ബാലൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഡെയിലി ഇൻകം. നിങ്ങളുടെ ബാലൻസ് തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെയിലി ഇൻകത്തിനേക്കാളും കൃത്യമായിട്ട് ഉണ്ട്. ബട്ട് ദ ഹയർ ഡെയിലി ഇൻകം വിൽ ഹെൽപ്പ് യു ഗെറ്റ് ദ ഫാസ്റ്റർ കീപ്പ് ഓൺ ടാപ്പിംഗ്. അതായത് നിങ്ങളുടെ ഡെയിലി ഇൻകം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് കൂടും, ഒബ്വിയസ്ലി അല്ലേ. അത് രണ്ട് ലിങ്ക്ഡാണ്. അതായത് നിങ്ങൾ ഈ ഡെയിലി ഇൻകം കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിവിടെ ബോട്ട് എടുത്തിട്ട് ഈ ബോട്ടുകളെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ ഡെയിലി ഇൻകം ഇവിടെ കൂടും. ഡെയിലി ഇൻകം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റും അവിടെ കൂടിക്കൊണ്ടിരിക്കും. റെഫറൽ സിസ്റ്റം വഴിയും പോയിന്റ് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ പോയിന്റ് ഉണ്ടാക്കണം എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്ലേ ചെയ്താൽ മതി. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്ലേ ചെയ്യുക. ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു സെക്കൻഡറി അക്കൗണ്ട് ഉണ്ട് വേറൊരു ഫോണിലുണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഒരു ഡോമൻ്റായിട്ട് നിങ്ങൾ അധികം നോക്കാത്തൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ എല്ലാ ദിവസവും ഡെയിലി കോംബോ ചെയ്യുക. അപ്പോൾ നമുക്കൊരു 5 മില്യൺ കോംബോ കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫൈറ്റ് എ ഫ്രണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ID ഇവിടെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഫ്രണ്ടായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫൈറ്റ് ചെയ്യുക. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കരുത്, ഒരു ദിവസമൊക്കെ 1-2 പ്രാവശ്യം ചെയ്യുക. കാരണം അവർ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യും ആരായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ റാൻഡം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ബോട്ടായിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. അപ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ ഒരു മാക്സിമം എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ മാക്സിമം എനർജി വന്നത് ചിലപ്പോൾ വളരെ ഹൈ ആയിരിക്കും. ജയിക്കാനുള്ള ചാൻസൊക്കെ വളരെ ചുരുക്കമായിരിക്കും. നല്ല പാടാണ് ജയിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു സൂപ്പർ ഫൈറ്റ് എന്ന സാധനം 4 ബോക്സ് തന്നെ കാണാം. ആ 4 ബോക്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൂപ്പർ കിക്ക് നിങ്ങൾക്ക് കിട്ടും. കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അവർ ക്ലിക്ക് ചെയ്ത് കറക്റ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത്രേ ഉള്ളൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ബിനാൻസുമായിട്ട് ഒരു വാലറ്റ് ഉണ്ട്. അപ്പോൾ ഈ വാലറ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ബിനാൻസിൻ്റെ വാലറ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണക്ട് ആക്കിയിട്ടുണ്ടാവുക. നമ്മുടെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ബിനാൻസ്, ബൈബിറ്റ്, കുക്കോയിൻ ഈ 3ൻ്റെയും വാലറ്റ് കണക്ഷൻ എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി കാണുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ടാസ്കുകളുണ്ടല്ലോ, അപ്പോൾ ആ ടാസ്കുകൾ മാറ്റി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ കണക്ട് ന്യൂ വാലറ്റ് കൊടുത്തിട്ട് അതുപോലെ അഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ USDT എന്ന് കാണാം. USDT ERC20 എന്ന് പറഞ്ഞാൽ എതീറിയത്തിൻ്റെ USDT അഡ്രസ്സ് എടുക്കുക. അത് കോപ്പി ചെയ്യുക. അതിന് ശേഷം ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു വാലറ്റായിട്ട് മസ്റ്റായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഡെയിലി ഇൻകമോ അല്ലെങ്കിൽ ഇവിടെ ഫൈറ്റ് ചെയ്ത് കിട്ടുന്ന ഈ പ്രൊഫൈലിൽ കാണുന്ന ഈ പോയിൻറ്റോ അല്ല നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടൽ കോയിനായിരിക്കും ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവർ ഞാൻ പറഞ്ഞു പ്രൊജക്റ്റ് ഓൾറെഡി വലിയൊരു വമ്പൻ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ടോക്കൺസ് ചിലപ്പോൾ അവിടെ പോയിട്ട് ക്ലെയിം ചെയ്യാനോ അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ടാവും. എല്ലാം അവർ റിവീൽ ചെയ്തില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ റിവീൽ ചെയ്തുള്ളൂ. ഓക്കെ. ഇന്നലെ AMA പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ഓട്ടോബോട്ട് യൂസേഴ്സിനെ എല്ലാവരും റിമൂവ് ചെയ്യുന്നത്. സോ സിസ്റ്റത്തിന് ഹാക്ക് ചെയ്യാൻ നോക്കുന്ന എല്ലാവരും, ഹാക്ക് എന്ന് ഉദ്ദേശിച്ചത് മാൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും, ഓട്ടോബോട്ട് യൂസേഴ്സിനെ എല്ലാവരും റിമൂവ് ആക്കുന്നു. അവർ ഓൾറെഡി കൺഫേം ആക്കിയിട്ടുണ്ട്. ഓട്ടോബോട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പണി ചിലപ്പോൾ പിന്നാലെ വരുന്നുണ്ടാവും. സോ അത് മാക്സിമം ഒഴിവാക്കുക. ജെന്യൂൻ ആയിട്ട് എല്ലാ ബോട്ടുകളും കളിക്കാണ്ട് ശ്രമിക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.